നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളി അവസാനിച്ചത് ഒരു ആബ്സല്യൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ഡ്രാമയിലാണ്. ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിങ്സ് 387 റൺസിന് ഓൾ ഔട്ട് ആയിരുന്നല്ലോ. ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് 387 റൺസിന് അവസാനിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം കുറച്ച് സമയം ബാക്കി, ഒന്നിലധികം ഓവറുകൾ എറിയണം എന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം. ഇംഗ്ലണ്ട് മാക്സിമം ഒറ്റ ഓവറിൽ കളി തീർക്കണം, ബാക്കി നാളേക്ക് മാറ്റണം. ഇന്ന് അവസാനം വിക്കറ്റ് പോയാൽ അവർക്കുള്ള എഡ്ജ് നഷ്ടമാകും. അതാണ് അവരുദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഡിലേ ടാക്ടിക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഓവറാക്കി. ക്രോളി ശരിക്കും ഓവറാക്കി നാണം കെട്ട പരിപാടി തന്നെയാണ് എടുത്തത്. ബാറ്റ് ചെയ്യാൻ അവർ ഇറങ്ങാൻ തന്നെ വൈകി. സെക്കൻഡുകൾ വൈകിപ്പിച്ചിട്ടാണ് അവരുടെ രണ്ട് ബാറ്റർമാർ ഡക്കറ്റും ക്രോളിയും കൂടി പുറത്തേക്ക് വന്നത്, ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. അത് തന്നെ ഡിലേ ആയിരുന്നു. അതിനി എന്താണ് അമ്പയർമാർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ബാറ്റ് ചെയ്യാൻ വന്നിട്ടോ, ബാറ്റ് ചെയ്യാൻ അങ്ങ് ക്രോളിക്കൊരു മടി. സമയം കളയണമല്ലോ, കാരണം ഓരോ ഓവർ പെട്ടെന്നെങ്ങാനും തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഓവർ കൂടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കണം, അതിന് മാക്സിമം സമയം കളയണം. ഇപ്പോൾ ബുംറയുടെ ഡെലിവറിയുടെ സമയത്ത് അദ്ദേഹം റണ്ണപ്പ് എടുത്ത ഘട്ടത്തിൽ ബാറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. സൈഡ് സ്ക്രീനിൻ്റെ മുന്നിൽ ആളുണ്ട് എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. വല്ലാത്ത രൂപത്തിലായിപ്പോയി ആ പടി. 2-3 തവണ എന്ന തരത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ദേഷ്യം വരും. ഗില്ലും മറ്റുമൊക്കെ അതിൽ നന്നായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു. കഴിഞ്ഞില്ലതേ. പിന്നെ 5ാമത്തെ ബോൾ കൃത്യമായിട്ട് അയാളുടെ ഗ്ലൗവിൽ കൊണ്ടു. ശരി, അയാൾ അതൊരു വീണത് വിദ്യയാക്കി എന്ന് പറഞ്ഞ പോലെ അതൊരു വിദ്യയാക്കി മാറ്റി. ക്രോളി ഫിസിയോയെ വിളിക്കുകയാണ് പെട്ടെന്ന്. ശരിക്കും സമയം കളയുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. സാധാരണ ഇപ്പം ഗ്ലൗവിന് ബോൾ കൊള്ളുന്നതിനൊക്കെ ഫിസിയോയെ വിളിക്കുകയാണെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ. ഇത് സമയം കളയണം, അടുത്ത ഓവർ ഉണ്ടാവരുത്, അത്രക്കും പ്രശ്നമാണ്. അവർ ഭയക്കുന്നു ഇന്ത്യൻ ഓപ്പണർമാരെ അവസാന ഘട്ടത്തിൽ ബാറ്റ് ചെയ്യാൻ. അതാണ് ഇന്ത്യൻ ഓപ്പണിംഗ് ബൗളേഴ്സിനെ അവസാന ഘട്ടത്തിൽ ബാറ്റ് ചെയ്യാൻ അവർ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡിലേയിങ് ടാക്ടിക്സ് ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ട്, പക്ഷേ ഇത് ഓവർ ആയതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ വിളിക്കുന്നു. ഇന്ത്യയുടെ കളിക്കാർ നിന്നിട്ട്, നമ്മുടെ ഫീൽഡേഴ്സ് നിന്നിട്ട് സർക്കാസ്റ്റിക്കലി കൈയടിക്കുന്നു. ഗില്ല് ഓടി ചെന്നിട്ട് ഇങ്ങനെ ഉള്ള ഒരു സിഗ്നൽ കാണിക്കുകയാണ്, റിട്ടയർഡ് ആയിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വേണം എന്ന തരത്തിൽ കളിയാക്കുന്നു. അത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ക്രോളിക്ക്. പിന്നെ ഹീറ്റഡ് എക്സ്ചേഞ്ചസ് ആണ്, വിരൽ ചൂണ്ടി, ഫിംഗർ ചൂണ്ടിക്കൊണ്ടുള്ള സംസാരങ്ങൾ. ഡക്കറ്റപ്പം നേരെ ഇങ്ങനെ വന്നിട്ട് കാം ഡൗൺ ആക്കാൻ വേണ്ടി ശ്രമിച്ചായിരിക്കണം, പക്ഷേ ഗില്ലിനോട് ഇങ്ങനെ ഉരുവി തിന്നിട്ട് പേഴ്സണൽ സ്പേസിലേക്കൊക്കെ കയറി നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും വളരെ ഹീറ്റഡ് അപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അവസാനം സൂപ്പർ ഒരു ഡെലിവറിയാണ് ബോബനിൽ നിന്ന്. അതെങ്ങാനും വിക്കറ്റ് ആയിരുന്നെങ്കിൽ ക്രോളിക്ക് ഒരു കിടലൻ സെൻഡ് ഓഫ് കൊടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത് എഡ്ജ് ചെയ്യാതെ അയാൾ രക്ഷപ്പെട്ടു. അയാൾ നേരെ കയറി പോവുകയാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ കുറച്ചപ്പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡക്കറ്റ് വരാൻ വേണ്ടി. ഏതായാലും ഇന്ത്യൻ ഫീൽഡേഴ്സിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് നടക്കുന്നത്. എന്തായാലും ഹൈ ഡ്രാമയാണ്. നാണം കെട്ട പരിപാടി എടുത്ത് അടുത്ത ഓവർ എറിയിക്കാതിരിക്കാനുള്ള ടാക്ടിക്സ്. ഇതൊക്കെ സ്ഥിരമല്ലെന്ന് ചോദിക്കും. ശരിയാണ്, സ്ഥിരം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അവസാന ഓവറൊക്കെ. പക്ഷേ ഇത് ഒരല്പം കടന്നുപോയി, ഓവറായിപ്പോയി. അതുകൊണ്ടാണ് നാണം കെട്ടത് എന്ന് നമ്മൾ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.